ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം. അതായത് ഡിസംബർ 15 തൊട്ട് 30 വരെയുള്ള ആ 15 ദിവസത്തെ ഒരു കാലഘട്ടത്തിലുള്ള ഒരു സമയത്തിൻ്റെ രൂപമാണ് പറയുന്നത്. ചിങ്ങ രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. ചിങ്ങ രാശിക്കാർക്ക് ഇപ്പോഴത്തെ ഈ സമയത്തിലുള്ള ഗ്രഹസ്ഥിതി പറയുകയാണെങ്കിൽ 4-ാം ഇടത്തിൽ 2-ാം ഭാവത്തിൽ കേതു, 4-ാം ഇടത്തിൽ ചൊവ്വ. 4-ാം ഇടത്തിൽ ഉണ്ടായിരുന്ന സൂര്യനും ബുധനും 5-ാം ഭാവത്തിലേക്ക് മാറി. 4-ാം ഇടത്തിൽ നിന്ന് സൂര്യൻ മാറുന്നത് ഗുണപരം തന്നെയാണ്. 7-ൽ ശനി തന്നെ നിൽക്കുന്നുണ്ട്, 8-ൽ രാഹു, 9-ൽ വ്യാഴൻ ഉചിതപരമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഈ 15 ദിവസത്തിലുള്ള കാലയളവിൽ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഇതുവരെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ഭവന ഗൃഹസംബന്ധമായിട്ടുള്ളത്, അതായത് ഗൃഹപ്രവേശത്തിന് വല്ല തടസ്സങ്ങൾ വരിക, ഗൃഹ ആരംഭത്തിന് വല്ല തടസ്സങ്ങൾ വരിക, അല്ലെങ്കിൽ ഗൃഹസംബന്ധമായിട്ടോ കൺസ്ട്രക്ഷൻ വർക്ക് സംബന്ധമായിട്ടോ അങ്ങനെയുള്ള സംബന്ധമായിട്ടോ ദേഹ അരിഷ്ടത മറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്ന് മാറി അതൊന്ന് അയവ് വരുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുതന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ 5-ാം ഭാവത്തിൽ ബുധനും സൂര്യനും കൂടി നിൽക്കുന്നു, നിപുണയോത്തോട് നിൽക്കുന്നത് ഗുണം തന്നെയാണ്. നല്ല ബുദ്ധിപരമായിട്ടുള്ള ചിന്തകൾ മൂലം തൊഴിലിനെ കുറച്ച് അഭിമുഖീകരിക്കാനും തൊഴിലിനെ വിപുലീകരിക്കുവാനുമുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നൊരു പ്രത്യേകത ഉണ്ട് താനും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം ഉണ്ടായിരുന്നത് കുറച്ചൊന്ന് കുറഞ്ഞു വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഭാര്യ കലഹിപ്പോയി പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു വരാനുള്ള, അതായത് ഈ അവസാനം ഡിസംബർ ലാസ്റ്റിൻ്റെ ഉള്ളിൽ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അതേസമയത്ത് ചില ത്വക്ക് സംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ, അതായത് രോഗങ്ങൾ, ത്വക്ക് സംബന്ധമായിട്ടുള്ള അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ വരുമാന കാര്യത്തിൽ ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ട് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവും. സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്ക് പ്രത്യേകപരമായിട്ടുള്ള പുരോഗതി പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. രാഷ്ട്രീയക്കാർക്കും അത് ഉചിതപരമായിട്ടാണ് വരുന്നത്. സേനാധിപത്യം വഹിക്കുന്നവർക്കും അത് വളരെ ഗുണകരമായിട്ട് വരുന്നത്. കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്കും റിയലേറ്റ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും ഗുണമേന്മ വരുവാനുള്ള സാധ്യത ഈ ചിങ്ങൻ രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഇതാണ് പറയുന്നത്. അതുപോലെ വ്യയങ്ങൾ, അതായത് ചെലവുകൾ ചുരുങ്ങി വന്ന് അത് ചെലവുകളിനെ ചുരുക്കി വരുവാനും ധനം മിച്ചം വയ്ക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. വരുമാന വർധനവ് ഉണ്ടാവും എന്ന് തന്നെ പറയാം. വരുമാന വർധനവ് ഉണ്ടാവും. സന്താനങ്ങളുടെ കാര്യത്തിൽ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം മാറ്റി കുറച്ചുകൂടി അവർക്ക് അനുയോജ്യപരമായിട്ടുള്ള തീരുമാനങ്ങൾ വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് 15 തൊട്ട് 30 വരെക്കുള്ള ഒരു സമയം എന്ന് പറയുന്നത് ചിങ്ങരാശിക്കാർക്ക് പുറത്തുവരെക്കും പറയുകയാണെങ്കിൽ കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഈ ഡിസംബർ 15-ന് ശേഷമുള്ളത് എന്നാണ് പറയുന്നത്. നമസ്കാരം.